പാലാ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തിന് തനിക്കും അർഹതയുണ്ടെന്ന് സ്വതന്ത്ര കൗൺസിലർ മായ രാഹുൽ പറഞ്ഞു. നഗരസഭയിലെ 19-ാം വാർഡിൽ നിന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി സതീഷ് ചൊള്ളാനിയെ പരാജയപ്പെടുത്തി വിജയിച്ച മായ രാഹുൽ ഉൾപ്പെടെ 4 സ്വതന്ത്രരാണ് വിജയിച്ചവരിൽ ഉള്ളത്. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത കൗൺസിലിൽ ഭരണം നിർണ്ണയിക്കുന്നത് ബിനു പുളിക്കക്കണ്ടത്തിന്റെ സ്വതന്ത്ര കൂട്ടായ്മയും മായ രാഹുലുമാണ്. നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനം വനിതയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ട നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനത്തിന് തനിക്ക് അർഹതയുണ്ടെന്ന് മായ രാഹുൽ പറഞ്ഞു. ചെയർപേഴ്സൺ സ്ഥാനം എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു ചെയർപേഴ്സൺ സ്ഥാനമൊന്നും ഞാൻ ഇതിനു മുമ്പ് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ എനിക്കും അതിനൊരു ക്ലെയിം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ തവണ എൻ്റെ കൂടെ കൗൺസിലേഴ്സായിട്ടുള്ള പലരും ഉണ്ട്. പിന്നെ ഇത്തവണ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതായത് 21-ാം തീയതി പാർട്ടിയിൽ നിന്നും റിസൈൻ ചെയ്ത് എന്നെ 29-ാം തീയതി പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, നെഗറ്റീവായിട്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നേരിടേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം അതിജീവിച്ച് തന്നെയാണ് ഈ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചത്. അത്രയേ ഉള്ളൂ. ഏറെ കഷ്ടപ്പെട്ടാണ് വിജയം നേടിയത്. കഴിഞ്ഞ തവണ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് വിജയം നേടിത്തന്നത്. കോൺഗ്രസിൽ നിന്നും രാജിവെക്കുകയും പിന്നീട് പുറത്താക്കപ്പെടുകയും ചെയ്തത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ആരെ പിന്തുണയ്ക്കണമെന്ന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പിന്തുണ നൽകേണ്ടി വരുമ്പോൾ ചെയർപേഴ്സൺ സ്ഥാനം ക്ലെയിം ചെയ്യാൻ തനിക്ക് അർഹതയുണ്ടെന്ന നിലപാടാണ് മായ രാഹുലിനുള്ളത്. 19-ാം വാർഡിൽ നിന്നും ഇത്തവണ ജനവിധി നേടിയപ്പോൾ വാർഡിൽ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവൃത്തിക്ക് മുന്നോടിയായിട്ട് അതിനോട് ഒരു സക്സീഡിംഗ് ആയിട്ട് 5 വർഷം കൂടെ നന്നായിട്ട് പ്രവർത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ജനവിധി നേടിയത്. ശക്തമായിട്ടുള്ളൊരു മത്സരമായിരുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു എൻ്റെ മെയിൻ എതിരാളിയായിട്ട് നിന്നത്. എന്തായാലും ജനങ്ങൾ വിലയിരുത്തി, ജനങ്ങൾ എന്നെ തന്നെ അവരുടെ കൗൺസിലറായിട്ട് വിധി എഴുതി. ഇനി ഒരു 5 വർഷം നന്നായിട്ട് തന്നെ പ്രവർത്തിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ബിനു പുളിക്കക്കണ്ടത്തിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര കൂട്ടായ്മ സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമാകുമ്പോൾ മായ രാഹുലിന്റെ നിലപാടുകൾക്കും ഏറെ പ്രാധാന്യമാണ് ഉള്ളത്.